ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി ഈ ടോപ്പിക്കിനെ പറ്റി ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്, മൈക്രോ പ്രൊപ്പഗേഷൻ. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. നമ്മൾ ഓൾറെഡി എന്താണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അപ്പം അഡ്വാൻറ്റേജിലേക്ക് പോകുമ്പം റാപ്പിഡ് പ്ലാൻ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഈ ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ വഴി നമുക്ക് റാപ്പിഡായിട്ട് ഒരുപാട് ഒരു പ്ലാന്റിനെ നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് റാപ്പിഡ് പ്ലാൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്ക് കൂടുതൽ എമൗണ്ടിൽ കുറച്ച് ടൈമിനുള്ളിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഡിസീസ് ഫ്രീ പ്ലാന്റ്സ്. അപ്പം ഈ ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ വഴി എന്തായിരിക്കും, ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് എന്താ, ഇറ്റ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് ത്രൂ ട്രഡീഷണൽ പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്. അപ്പം ഈ ഒരു ട്രഡീഷണൽ മെത്തേഡ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ വഴി നമുക്ക് ഡിസീസ് ഫ്രീ ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്. അടുത്തതെന്ന് പറയുന്നത് യൂണിഫോമിറ്റി. അതായത് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ത്രൂ മൈക്രോ പ്രൊപ്പഗേഷൻസ് ആർ ജനറ്റിക്കലി യൂണിഫോം, എൻഷുറിങ് കൺസിസ്റ്റൻറ്റ് ക്വാളിറ്റി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഈ ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് എന്ന് പറയുമ്പം അതിനൊരു ജനറ്റിക് യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. അതായത് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരേ പ്ലാന്റ്സിനെ ആയിരിക്കും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അപ്പം ഇത്രയാണ് 3 പോയിൻറ്റ്സ്. ഇനി അടുത്തൊരു പോയിൻറ്റ്, ഇയർ റൗണ്ട് പ്രൊഡക്ഷൻ. മൈക്രോ പ്രൊപ്പഗേഷൻ എനേബിൾ പ്ലാൻ പ്രൊഡക്ഷൻ ത്രൂ ഔട്ട് ദ ഇയർ റിഗാർഡ്ലെസ് ഓഫ് സീസണൽ ലിമിറ്റേഷൻ. അതായത് നമ്മുടെ ഒരു ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ സീസണലായിട്ടായിരിക്കും നമ്മൾ ഓരോ ക്രോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന മെത്തേഡിൽ എന്താ, നമുക്ക് ഇയർ റൗണ്ട് എല്ലാ വർഷവും നമുക്ക് അതിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ സാധിക്കും. അവിടെ ഒരു സീസൺ ലിമിറ്റേഷൻസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷവും നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് വേണ്ട പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ മൈക്രോ പ്രൊപ്പഗേഷനിലൂടെ സാധിക്കും എന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്തൊരു പോയിൻ്റാണ് കൺസർവേഷൻ ഓഫ് റെയർ സ്പീഷീസ്. അപ്പം നമ്മുടെ ഈ വേൾഡിൽ തന്നെ ഒരുപാട് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഫ്ലോറാസും ഫോൺസും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതിനെ ഒന്ന് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ റെയർ ആയിട്ടുള്ള എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ മെയിനായിട്ടുള്ള ഹെഡിങ്സ് ഞാൻ കൊടുത്തേക്കുന്നത് എഴുതുക, അതിൻ്റെ അടിയിൽ ഈ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതിയാകും. ഇത്രയും പോയിൻറ്റ്സ് അഡ്വാൻറ്റേജസിൽ മെൻഷൻ ചെയ്യുക. ഇനി അടുത്താണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോ പ്രൊപ്പഗേഷൻ. എന്ത് കാര്യത്തിനും ഒരു കോയിന് 2 സൈഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ എന്ത് കാര്യത്തിനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡും നെഗറ്റീവ് ആയിട്ടുള്ള സൈഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ അഡ്വാൻറ്റേജസ് നോക്കി, അടുത്തത് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, ഹൈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സെറ്റിംഗ് അപ്പ് എ മൈക്രോ പ്രൊപ്പഗേഷൻ ലബോറട്ടറി റിക്വയർസ് സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രെയിൻ പേഴ്സണൽ. അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ഇത് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ലാബ് വേണം, അതിൻ്റെ അകത്ത് വേണ്ട എക്യുപ്മെൻറ്റ്സ് വേണം, അതിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ്. നമ്മുടെ ഒരുപാട് പൈസ മുടക്കേണ്ടി വരും. അടുത്തൊന്ന് റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ. നമുക്കറിയാം മൈക്രോ പ്രൊപ്പഗേഷൻ, ടിഷ്യൂ കൾച്ചർ, ഇതിലൊക്കെ മെയിനായിട്ടുള്ള ഈ ഒരു മേഖലകളിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് കണ്ടാമിനേഷൻ. അപ്പോൾ മൈക്രോ പ്രൊപ്പഗേഷൻ ഈസ് സസെപ്റ്റബിൾ ടു കണ്ടാമിനേഷൻ ബൈ മൈക്രോ ഓർഗാനിസം വിച്ച് ക്യാൻ ലീഡ് ടു ക്രോപ്പ് ലോസ്. അപ്പോൾ അവിടെ ഒരു കണ്ടാമിനേഷൻ്റെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ക്രോപ്പ് ലോസിനും ചാൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ ഒരു ലിമിറ്റേഷനാണ്. ഇനി അടുത്തത് ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി. നോട്ട് ഓൾ പ്ലാന്റ് സ്പീഷീസ് ക്യാൻ ബി മൈക്രോ പ്രൊപ്പഗേറ്റഡ് ആൻഡ് സം മേ റിക്വയർ സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ ടെക്നിക്സ്. അപ്പം ഇവിടെ ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. എല്ലാ പ്ലാന്റ്സിനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം, മൈക്രോ പ്രൊപ്പഗേഷൻ ത്രൂ ഡെവലപ്പ് ചെയ്യാം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ചില പ്ലാന്റ് സ്പീഷീസിനെ നമുക്ക് മൈക്രോ പ്രൊപ്പഗേഷൻ വഴി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷനാണ്. ഇനി അടുത്ത പോയിൻ്റാണ് സോമക്ലോണൽ വേരിയേഷൻ. സോമക്ലോണൽ വേരിയേഷൻ എന്ന് വെച്ചാൽ ഒരു ജനറ്റിക് വേരിയേഷൻ ആണ്. ഒരു പ്ലാന്റ്സിൻ്റെ
കൂട്ടത്തിലുണ്ടാകുന്ന ഒരു ജനറ്റിക് വേരിയേഷനെയാണ് സോമക്ലോണൽ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ദ പ്ലാന്റ് പ്രൊഡ്യൂസ് ത്രൂ മൈക്രോ പ്രൊപ്പഗേഷൻ മേ എക്സിബിറ്റ് സോമക്ലോണൽ വേരിയേഷൻ ലീഡിങ് ടു ജനറ്റിക് ഡിഫറൻസ്. അപ്പോൾ എന്താ, ഈ ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ വഴി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്ലാന്റ്സ് ഈ ഒരു സോമക്ലോണൽ വേരിയേഷൻ, അതായത് ഒരു ജനറ്റിക് വേരിയബിലിറ്റി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും എന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. Then last point, dependence on technology. Micropropagation relies heavily on advanced technology requiring specialized knowledge and equipment. അപ്പം ഇവിടെ ഒരു ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പം അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. മെയിൻ ഹെഡിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കുക. അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ ഓരോ സെൻറ്റൻസ് വീതം കോട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിടുക, ഞാൻ വീഡിയോസ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.